ഇപ്പോൾ ചില ഇന്ത്യക്കാർ കൂടി പോർമുഖത്ത് യുക്രൈനെതിരെ അണിനിരക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവർ യുദ്ധത്തിനായി എത്തിച്ചേർന്നതല്ല, മറ്റ് ചില ആവശ്യങ്ങൾക്കായി ഇവരെ ഇവിടെ എത്തിച്ച് ഉക്രൈനെതിരെ യുദ്ധം ചെയ്യിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഉയർന്നു കേട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദേശീയ മാധ്യമം പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഒരു ചെറുപ്പക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: തങ്ങളിവിടെ ജോലിക്കായി എത്തിയതാണ്, ഒരിക്കലും യുദ്ധം ചെയ്യാനെത്തിയതല്ല. പക്ഷേ ഇപ്പോൾ ഒരു നിവൃത്തിയുമില്ലാതെ ആയുധ പരിശീലനം നേടി ഉക്രൈനെതിരെ യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും രക്ഷിച്ച് തങ്ങളെ തിരികെ നാട്ടിലേക്ക് എത്തിക്കണം. ഇങ്ങനെയാണ് ആ യുവാവ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. മരണമുഖത്തേക്കാണ് തങ്ങളെ അധികാരികൾ തള്ളിവിടുന്നത് എന്നാണ് ഹൈദരാബാദ് സ്വദേശിയായ മുഹമ്മദ് അഫ്സാൻ എന്ന യുവാവ് പറയുന്നത്. ഇദ്ദേഹം മരിയുപോളിൽ കുടുങ്ങിക്കിടക്കുന്ന മറ്റനേകം സുഹൃത്തുക്കൾക്ക് വേണ്ടി കൂടിയാണ് സംസാരിക്കുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനായി സാധിക്കുന്നത് തൊഴിൽ തട്ടിപ്പിന് ഇരയായി റഷ്യയിലെത്തിയ ഇന്ത്യക്കാരായ യുവാക്കളാണ് ഇപ്പോൾ യുദ്ധമേഖലയായ ഉക്രൈൻ അതിർത്തിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കിനി മറ്റൊരു നിവൃത്തിയുമില്ല. ജീവിക്കണമെങ്കിൽ അതിജീവനത്തിനായി ഉക്രൈനെതിരെ നിറയെടുക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. റഷ്യയിൽ സെക്യൂരിറ്റി ജോലി നൽകാമെന്ന വ്യാജ വാഗ്ദാനം വിശ്വസിച്ചു പോയ 12 ഇന്ത്യൻ യുവാക്കളാണ് ഇങ്ങനെ യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നത്. തെലങ്കാനയിൽ നിന്നുള്ള 22കാരനായ യുവാവും കർണാടകയിലെ കൽബുർഗി സ്വദേശികളായ 3 പേരും സൈന്യത്തിൻ്റെ ഭാഗമാകാൻ നിർബന്ധിക്കപ്പെട്ടിപ്പോൾ ഈ യുദ്ധമുഖത്ത് ഇങ്ങനെ പടപൊരുതുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. വാഗ്നർ ഗ്രൂപ്പിൻ്റെ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് ഉക്രൈനെതിരെ യുദ്ധം ചെയ്യണമെന്ന സമ്മർദ്ദമാണ് ഇവർക്ക് മേൽ ചെലുത്തുന്നത്. എന്നാൽ ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയുകയില്ല, ഒരു കാരണവശാലും തങ്ങൾക്ക് ആയുധമെടുക്കണ്ട എന്നുള്ളൊരു കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ജീവൻ വേണമെങ്കിൽ യുദ്ധം ചെയ്തേ മതിയാകൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഇവരെ പട്ടാളക്കാർ, സൈനികർ പല രീതിയിലും പ്രതിരോധം ഘടിപ്പിക്കുന്നത്. എങ്ങനെയെങ്കിലും തങ്ങളെ രക്ഷിച്ച് തിരികെ നാട്ടിലെത്തിക്കണമെന്ന അപേക്ഷയാണ് ഒരു വീഡിയോ സന്ദേശം അയച്ചുകൊണ്ട് ഇവർ പറഞ്ഞിരിക്കുന്നത്. വ്യാജ സൈനിക റാക്കറ്റിൻ്റെ പിടിയിലാണ് തങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വേഗം രക്ഷിക്കണമെന്നാണ് നിലവിൽ അവർ പറഞ്ഞിരിക്കുന്നത്. കുടുംബത്തിന് വീഡിയോ സന്ദേശം അയച്ചതോടെയാണിത് വൈറലായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതും അധികാരികളുടെ കണ്ണിൽ ഇപ്പോൾ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നതും. ഉക്രൈനുമായി റഷ്യ നടത്തുന്ന യുദ്ധത്തിൽ പങ്കെടുക്കാൻ തങ്ങളെ പല രീതിയിൽ ഇവർ നിർബന്ധിക്കുന്നുണ്ട്. ആർമി സെക്യൂരിറ്റി ഹെൽപ്പർ എന്ന തസ്തികയായിരുന്നു ഇവർക്ക് ജോലിയായി വാഗ്ദാനം ചെയ്തത്. എന്നാൽ അത് എന്ത് ജോലിയാണെന്നോ ഏത് തരത്തിലുള്ള ജോലി എടുക്കണമെന്നോ എന്ന കാര്യമൊന്നും തന്നെ ആദ്യം പറഞ്ഞിരുന്നില്ല. ഇത് മനസ്സിലാക്കി ഉയർന്ന ശമ്പളമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു ഇവർ റഷ്യയിലേക്ക് വിമാനം കയറിയതും. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ തന്നെ ആകെ അവതാളത്തിലായതും. ഹർക്കീവ്, ഡോണസ്ക് എന്നിങ്ങനെ പല മേഖലകളിലായി റഷ്യയുടെ പല യുദ്ധ ക്യാമ്പുകളിലായി ഇവർ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും പല സംസ്ഥാനങ്ങളിലുള്ള തെലങ്കാന, കർണാടക, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, കശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് വ്യാജ ജോലി വാഗ്ദാനം വിശ്വസിച്ച് റഷ്യയിലെത്തി ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. ഇക്കൂട്ടത്തിലുണ്ടായിരുന്ന 3 പേരെക്കുറിച്ച് ഇപ്പോൾ ഒന്നും തന്നെ അറിയാൻ കഴിയുന്നില്ല എന്നും ഇവർ പരാതി പറയുന്നുണ്ട്. അവർ എവിടെ പോയി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്ന ബാബ ബ്ലോഗ്സ് എന്ന ഫൈസൽ ഖാൻ വഴിയാണ് ഇവർ ജോലിക്കായി അപേക്ഷിച്ചത്. ഇയാളുടെ വ്യാജ തൊഴിൽ തട്ടിപ്പിന് ഇരയായവരാണ് ഇവരെന്നും പരാതിപ്പെടുന്നുണ്ട്. മുംബൈ സ്വദേശികളായ സുഫിയാൻ, പൂജ എന്നിവരാണ് ഇതിന് ഇടനിലക്കാരായി പ്രവർത്തിച്ചത്. അവരൊക്കെ പറഞ്ഞത് റഷ്യയിൽ സെക്യൂരിറ്റി ജോലിയാണ്, ആർമിയുടെ സെക്യൂരിറ്റി ഹെൽപ്പറായി തന്നെയാണ് പ്രവർത്തിക്കേണ്ടി വരുന്നത്, യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളത് പറഞ്ഞനുസരിച്ചായിരുന്നു ഇവർ ജോലിക്കായി അപേക്ഷിച്ചത്. ദുബായിൽ വെച്ചായിരുന്നു ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയത്. റിക്രൂട്ട്മെൻറ്റ് ഏജൻറ്റുമാരുമായി ആദ്യം യുവാക്കളുടെ ഒരു കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2023 നവംബർ മാസത്തിലായിരുന്നു ദുബായിൽ നിന്നും ഇവർ തിരികെ ഇന്ത്യയിലേക്ക് എത്തിയത്. ശേഷം 1 മാസത്തിനിപ്പുറം ഡിസംബർ മാസത്തിൽ ചെന്നൈയിൽ നിന്നും വിസിറ്റിംഗ് വിസയിൽ ഇവരെ റഷ്യയിലെത്തിച്ചു. നാട്ടിൽ ഏകദേശം 30,000 മുതൽ 40,000 വരെ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന യുവാക്കൾക്ക് 2 ലക്ഷത്തിലധികം രൂപ ലഭിക്കുമെന്ന വലിയ വാഗ്ദാനം നൽകിയാണ് ഇവർ റഷ്യയിലേക്ക് ജോലിക്കായി എത്തിച്ചത്.